റാഗ്നർ ലോത്ബ്രോക്ക്. കൊറോണ സമയത്ത് നമ്മളൊക്കെ സിനിഫൈലുകളല്ല, നമ്മൾ സാധാരണക്കാരൊക്കെ സീരീസ് കണ്ടു തുടങ്ങിയ സമയത്ത് തൊട്ടെല്ലാവരുടെയും മനസ്സിൽ ഇഷ്ടപ്പെട്ട ഒരു സീരീസ് ആണ് വൈക്കിങ്സ്. അതിൽ റാഗ്നർ ലോത്ബ്രോക്ക്. അപ്പോൾ വൈക്കിങ്സുകൾ ഇന്ന് കാനറികളുമായി പോരാട്ടത്തിനിറങ്ങുന്നു. വളരെ ശക്തമായ ഒരു പോരാട്ടം തന്നെ കാണാം. ഫ്രാൻസ് നോർവേ ആയിരുന്നു നമ്മൾ നോർവേക്ക് കണ്ടിരുന്ന ശക്തമായ പോരാട്ടമെങ്കിലും ആ പോരാട്ടം ഉണ്ടായില്ല. കാരണം ഹാലൻഡ് തുടങ്ങിയ പ്രമുഖരായ പ്ലേയേഴ്സിനൊന്നും ഇറക്കാതെ വന്നു പോയി. എന്നാൽ ഇന്ന് നോർവേ പൂർണ്ണ സന്നാഹത്തോടെ ആയിരിക്കും ഇറങ്ങുന്നത്. കണ്ടറിയാം ബ്രസീല് നിന്റെ അവസ്ഥ എന്തെന്ന്. മെയ് തൊട്ട് ജൂലൈ വരെയുള്ള സമയത്ത് നോർവേയുടെ വടക്ക് ഭാഗങ്ങളിൽ സൂര്യൻ അസ്തമിക്കാറില്ല, പകല് മാത്രമായിരിക്കും. അപ്പോൾ ഈ രാത്രിയെ വൈക്കിങ്ങുകൾ പകലാക്കും. അമേരിക്കയിൽ നമുക്ക് മാത്രമുള്ള രാത്രി, അമേരിക്കയിൽ പകലാണ്. ആ പകലിനെ കൂടുതൽ പ്രഭാമയമാക്കി വൈക്കിങ്സുകൾ കയറി വരുമെന്ന് പ്രതീക്ഷിക്കാം. ഏറ്റവും സമാധാനത്തോടും സന്തോഷത്തോടും കൂടെ ജീവിക്കുന്ന ജനതയാണ് നോർവേയിലുള്ളത്. അപ്പോൾ ഹാലൻഡ് ഇന്ന് കാനറികളുടെ ചിറകരിയുമെന്ന് തന്നെ പ്രതീക്ഷിക്കാം. കാനറികളുടെ കാര്യം എടുക്കുമ്പോൾ അവരുടെ മെയിൻ പ്ലേയേഴ്സിനൊക്കെ പരിക്കാണ് എന്നാണ് പറയുന്നത്. അവരുടെ ഏറ്റവും വലിയ ഏട്ടൻ കാസിമറോ ചിലപ്പോഴേ കളിക്കാൻ സാധ്യതയുള്ളൂ. അതുപോലെ തന്നെ റാഫിഞ്ഞോ ഇല്ല എന്ന് പറഞ്ഞു. പിന്നെ സുൽത്താൻ ഉണ്ടോ ഇല്ലയോ എന്ന് ആഞ്ചലോട്ടി തീരുമാനിക്കണം. സുൽത്താൻ വരണ്ടേൽ 65 മിനിറ്റ് കഴിയും. വിനീഷ്യസിന്റെ പ്ലേ ആയിരിക്കും. വിനീഷ്യസ് അതുപോലെ തന്നെ ബാക്കിലൊക്കെ വിങ് ബാക്ക് ഓപ്പൺ ആയാൽ വിനീഷ്യസ് അതിലേക്കൂടെ കയറി സ്പേസ് ഉണ്ടാക്കി ഗോൾ അടിക്കും. അതാണ് അവരുടെ പോസിബിലിറ്റി. പിന്നെ മാർട്ടിനെല്ലി ഇങ്ങനെ കളിക്കുന്നു. സബ്ബാണ് സെക്കൻഡ് ഹാഫിലേക്ക്. മാർട്ടിനെല്ലി എന്ത് ചെയ്യുന്നു എന്നുള്ളതനുസരിച്ചിരിക്കും. ബാക്കി കളികൾ കണ്ടറിയണം. മറ്റേടത്ത് ഓഡേഗാർഡിന്റെ ബുദ്ധിയിലായിരിക്കും കളികൾ മെനയുന്നത്. കഴിഞ്ഞ കളി ഹാലൻഡ് അത്ര മെച്ചമൊന്നും അല്ലായിരുന്നു. ഹാലൻഡിന്റെ ഗോൾ പോലും നമുക്കറിയാം തട്ടിമുട്ടി ആ പന്ത് കൺട്രോൾ ചെയ്യാൻ ശ്രമിച്ചത് കാലിൽ തട്ടി അങ്ങ് പോയതാണ്. അപ്പോൾ എന്തായാലും കണ്ടറിയാം. പിന്നെ ബ്രസീലിന്റെ ഒരു കാര്യം പറയുമ്പോൾ ഞാൻ ആദ്യത്തെ കളി തൊട്ടേ പറയണമെന്ന് വിചാരിച്ചാണ്. ഇപ്പൊ കുറെ അഭിനവ അർജന്റീനൻ ഫാൻസ് ഉണ്ട്. അർജന്റീനൻ ഫാൻസ് എന്ന് പറഞ്ഞാൽ ഇവര് അർജന്റീനൻ ഫാൻസ് ആണോ എന്നുള്ളത് സംശയം. ഇവര് മെസ്സി ഫാൻസ് ആണ്. മെസ്സി ഫാൻസ് ആയതുകൊണ്ട് തന്നെ നോർമലി ഇവർ ബാർസിലോണയുടെയും ഫാൻസാണ്. ഈ ബാർസിലോണയിലും PSG-യിലും മെസ്സിയുടെ ഒപ്പം കളിച്ച ആളാണ് നെയ്മർ. മെസ്സിക്ക് നെയ്മറിന് വലിയ കാര്യമാണ്. അവർ തമ്മിൽ നല്ല സൗഹൃദമൊക്കെ ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ അർജന്റീന ഫാൻസിന് ഇപ്പോൾ ബ്രസീലിനോടൊരു മയമൊക്കെ ഉണ്ട്. ബ്രസീലും ജയിച്ചോട്ടെ, മാനുഷികമായ സ്നേഹം പടരട്ടെ എന്നുള്ള. അപ്പോൾ ബ്രസീൽ ഇപ്പം നാളെ ബ്രസീൽ ജയിക്കുകയാണെങ്കിൽ നോർവേക്കാർക്ക് സങ്കടമാകത്തില്ല. നോർവേയോട് മാനുഷികമായ സ്നേഹമില്ലേ? അവരുടെ നമ്മുടെ ഹാലൻഡ് നോർവേൻ ആരാധകര് അവരോട് ഇതില്ലേ? ബ്രസീലും ജയിച്ചോട്ടെ എന്ന്. ഇവര് 2002 ശേഷം ജനിച്ചവരോ അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ മെസ്സിക്ക് ശേഷം കളി കണ്ടു തുടങ്ങിയവരായിരിക്കും. 2002 വേൾഡ് കപ്പിൽ തൊട്ടാണ് ഞാൻ അർജന്റീനയുടെ ഫാനാണ്. 2002 വേൾഡ് കപ്പിനെ കുറിച്ച് പറഞ്ഞാൽ അതിൽ ഒരു കളി പോലും അർജന്റീന ഞാൻ കണ്ടിട്ടില്ല. കാരണം അർജന്റീന ഗ്രൂപ്പ് ഘട്ടത്തിൽ ഔട്ടായി. അത് കഴിഞ്ഞ് ക്വാർട്ടർ തൊട്ട് സെമി തൊട്ട് ഫൈനൽ വരെ ഓരോ കളി കാണുമ്പോഴും ഞാൻ നാട്ടിലെ ചേട്ടന്മാരുടെ കൂടെയൊക്കെയാണ് കാണാറ്. അവിടുത്തെ ബ്രസീൽ ഫാൻസിന്റെ മെയിൻ പരിപാടി എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഊക്ക്. അർജന്റീനൻ ഫാൻസിന് നമ്മുടെ ചേട്ടന്മാര് ഊക്ക്. അത് കണ്ട് അവരുടെ മുഖത്തെ സങ്കടം കണ്ടാണ് ഞാൻ ഈ അർജന്റീനയുടെ ഫാനാവുന്നത്. മെസ്സി വരുന്നതിന് മുമ്പാണ്. അപ്പോൾ 2002 ഈ സോഷ്യൽ മീഡിയയും ഇതൊന്നും ഇല്ലാത്തതുകൊണ്ട് അന്ന് ഫ്ലക്സ് വലിച്ചു കീറലും ഫ്ലക്സ് താഴെ ഇറപ്പിക്കലും പോലും മൂക്കലും ഒക്കെ ഉള്ളായിരുന്നു. അന്ന് തൊട്ട് ഇവരുടെ അന്ന് ടീം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റൊണാൾഡോ, റിവാൾഡോ, റൊണാൾഡീഞ്ഞോ, കാർലോസ്, കഫു, ഡ്രീം ടീം. അപ്പോൾ ബ്രസീൽ 5ാം കപ്പും പൂർത്തിയാക്കുന്നു. അപ്പോൾ അത്രയ്ക്ക് ഫാൻ ഫൈറ്റ് ഉണ്ടായിരുന്ന സമയം. അപ്പോൾ ടീമിനെ സ്നേഹിക്കുന്നവർക്ക് ഒരിക്കലും ബ്രസീലിനോട് ഒരു ഇതും കാണിക്കാൻ പറ്റില്ല. പക്ഷെ 2014 നമ്മൾ ഫൈനൽ കാത്തിരുന്ന് ഓർമ്മയുണ്ടല്ലോ, കിട്ടണം ബ്രസീൽ അർജന്റീന ഫൈനൽ. അപ്പോൾ അന്നോട്ട് പറയുന്നതാണ് അർജന്റീന ഫൈനലിലേക്ക് കിട്ടണമായിരുന്നു. തോറ്റു പുറത്തായിട്ട് പറയുന്നു. അവസാനം നേരിട്ട ഓർമ്മ ഉണ്ടായിരിക്കുമല്ലോ ബ്രസീൽ ഫാൻസിന്. മെസ്സി ഇല്ലാതെ അവൻ 3 ഗോൾ കിട്ടി. ഈ മെസ്സിയുടെയും കൂടെ ഇനി കിട്ടണ്ടേ? നല്ല കുഴപ്പമില്ല, ജയിച്ചു വരട്ടെ. എന്തായിട്ട് സെമിയിലേക്ക് എത്തട്ടെ. സെമിയിലല്ലേ കിട്ടുള്ളൂ. സെമിയിലേക്ക് എത്തുമ്പോൾ കാണാം നമുക്ക് എന്താ സംഭവിക്കാൻ പോകുന്നതെന്ന്. എന്തായാലും ഞാൻ നോർവേക്കൊപ്പം വൈക്കിംഗ് സ്റ്റൈലിൽ മുടിയൊക്കെ ഇട്ടിട്ടുണ്ട്. ഞാനും നോർവേക്കൊപ്പം ഹാലൻഡും വടേക്കാട് മുടങ്ങുന്ന ചെറിയ ടീമിന്റെ, യൂറോപ്യൻ ചെറിയ ടീമിന്റെ ശക്തമായ പ്രകടനം. പ്രത്യേകിച്ച് വൈക്കിങ്സ്. അവരുടെ ആരാധകരുടെ ഒരു ആവേശം ഉണ്ടല്ലോ. ഓരോ കളി കഴിയും തോറും കൂടി മറ്റൊരു ടീമിന് അവകാശപ്പെടാൻ സാധിക്കാത്ത രീതിയിൽ അത് കൂടി വരികയാണ്. അമേരിക്കയിൽ വരുന്ന അവർ കളിക്കുമ്പോൾ ഓരോ മത്സരത്തിൽ അവർ ആരാധകർ അതിന് വേണ്ടി വന്ന് അവരുടെ വെയ്വ് ഉണ്ടല്ലോ, അത് എന്ത് രസകരമാണ്. വെയ്വിന്റെ കഥ നമുക്ക് അടുത്ത വീഡിയോയിൽ പറയാം. അപ്പോൾ പ്രഡിക്ഷൻ ഈസ് നോർവേ ബ്രസീൽ ജയിക്കുമായിരിക്കും.